സീമയുടെ ഹൃദയം തൊട്ടറിഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമുക്ക് അവരെയും ഈ ഷോയിലേക്ക് ക്ഷണിക്കാം. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീമതി സഫിയ മേത്തർ ആൻഡ് നസീമ സലീം. ഞങ്ങൾ ഫാമിലിയായിട്ട് നല്ല ക്ലോസ് ആണ്. ഒരു 10-28 കൊല്ലമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. എന്ത് വിശേഷ സീമ? അപ്പൊ എനിക്ക് തോന്നുന്നു ഇവള് നല്ല ബിരിയാണി ഉണ്ടാവും. ഞാൻ പറഞ്ഞു അല്ല, ഗർഭമായി, ഞാൻ പ്രഗ്നന്റ് ആണ്. ഹലോ, എന്താ പറയാത്തേന്ന് പറയും. അതാ പറഞ്ഞു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മീൻ ബിരിയാണി കഴിക്കാൻ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെക്കാം. എല്ലാം കഴിച്ചതിന് ശേഷം പറയും ഒന്നുമില്ല, കയ്യിലുള്ളത് കൊണ്ടുപോയി അപ്പം ഉണ്ടാക്കി കൊടുക്കണം. എവിടെയാണ് താമസിക്കുന്നത്? ഇക്കാക്ക ഭയങ്കര ഒരു ഫാനാണ് എൻ്റെ. അന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും സീമനെ വിളിക്കും. അങ്ങനെ ഡയറക്റ്റ് നോക്കി സീമയുടെ നമ്പർ തപ്പി എടുത്താണ് സീമയെ വിളിച്ചത് ആദ്യമായിട്ട്. അങ്ങനെ വിളിച്ച് ഞാൻ ചെന്ന് കണ്ടിട്ട് ഞാൻ എന്നാ പോട്ടെ എന്ന് വെച്ചപ്പോൾ അയ്യോ പോകല്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞ് എന്നോട് പിടിച്ചിരുത്തി. പിന്നെ കുറെ കഴിഞ്ഞ് പോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രി പ്രിവ്യൂ ഉണ്ട്, എന്നോട് ഇരിക്കുമോ വരുമോന്ന് ചോദിച്ചു. ഞങ്ങൾ വരാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പ്രിവ്യൂ ഉണ്ട്. വീട്ടിൽ ഏത് പടമാണ് ഞാൻ ഓർക്കട്ടെ. ഇപ്പൊ എറണാകുളത്ത് വന്നതിന് ശേഷം വല്ലപ്പോഴും എപ്പോഴും വിളിക്കും. ഞങ്ങളുടെ വീട്ടിൽ സാധാരണ സ്നേഹപ്രകടനങ്ങൾ കുറവാണ്. ഉമ്പാക്കിയാണെങ്കിലും അതെ, ഞാനും അതെ, കുട്ടികളുടെ കെട്ടിപ്പിടിക്കലും കിസ് ചെയ്യലൊന്നുമില്ല. സീമ കാണുമ്പോഴേ ഷാഫി റാഫി ജബി എല്ലാവരും അങ്ങോട്ട് കേട്ട് ഒരു ഉമ്മാക്കാണല്ലോ അവന് കിസ് ചെയ്യാൻ മടി. സീമ ചേച്ചി കണ്ടായിരുന്നു ഞങ്ങള് എന്ത് സ്നേഹമാണ്. അതുപോലെ വീട്ടിൽ ചെന്നാലും ഭക്ഷണം, ഷാഫി അവിടെ ഒരു കോഴ്സ് ചെയ്യാൻ നിന്ന് അത്രയും നാളും ഉച്ചയ്ക്ക് സീമയുടെ വീട്ടിൽ പോയിട്ട് സ്വന്തം വിളമ്പി കൊടുത്ത് ഭക്ഷണം കൊടുക്കും. ഷാഫിയുടെ കോഴ്സ് കഴിയുന്നവരെ സീമയുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. എല്ലാവരും ഞങ്ങൾ അവിടെ നിന്ന് ആതിഥ്യ മര്യാദ ഭയങ്കര. പിന്നെ എനിക്ക് അത്ഭുതം തോന്നിയത് സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ ഷീല ജയഭാരതിയൊക്കെ അങ്ങനെ പട്ടിലും പൊന്നിലും ഒക്കെ കുളിച്ച് നിൽക്കുമ്പോഴാണ് സീമയായിട്ട് പരിചയപ്പെടുന്നത്. ആദ്യമായിട്ട് കാണുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു കസ് പോലും ഇല്ലാത്തൊരു സെറ്റ് കൊണ്ടുകൊടുത്ത്, ഒരു താലിച്ചെയിനും മാത്രമായിട്ട് മേക്കപ്പും ഇല്ല. അങ്ങനെ പിന്നെ അത് കണ്ടു അയ്യോ ഇങ്ങനെ സിനിമാ താരങ്ങൾ ഉണ്ടാന്ന് തോന്നിപ്പോയി. ഒരിക്കലും ഭയങ്കര സിമ്പിളായിട്ടാണ് സീമയെ കാണുന്നത്. ഇതുപോലെ ഒന്നും കാണാറേയില്ല. പൊതുവെ സീമനെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. കുറെ പടം അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്തിട്ട് കൂടെ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഫാമിലിയാണ്. അനുവിനോട് പറയും ഞാൻ സീമ, ഇത് നസീമ എന്ന് പറയും. പേരിൽ പോലും ഉണ്ടല്ലോ. അനുവിന്റെ ഒരു പ്രശ്നം വന്നപ്പോഴും ഇവരാണ്. ഒരു സംഭവം നടന്നപ്പം ഇവള് പറഞ്ഞ വാക്കാണ്, ഇവര് സീമ പൈസ ചോദിക്കോ കഴിച്ചതിൻ്റെ എന്ന് ചോദിച്ചു ഇവരുടെ അടുത്ത്. അപ്പൊ അവള് പറഞ്ഞു ഞങ്ങളുടെ അറിവില് സീമ അങ്ങനെ ചോദിക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഏതായാലും ഞാൻ ചോദിച്ചു നോക്കാം. അപ്പൊ എന്നെ വിളിച്ചു ഇവള്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് ചപ്പാട് എല്ലാവർക്കും കൊടുത്തോണ്ടാണ് എൻ്റെ മോള് നന്നായിരിക്കുന്നത്. ആ വയറ് കുളിർന്നുകൊണ്ടാണ് എൻ്റെ മോക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടിയിരിക്കുന്നത്. ആ നക്കാപ്പിച്ച ഞാൻ ചെയ്യൂല, ഇത് തന്നെയാ ഞാൻ പറഞ്ഞേ എന്ന് ഇവള് പറഞ്ഞു. സത്യം, ഇത് മുമ്പ് പറയാണ് ഞാൻ. ഏതായാലും വലിയ സന്തോഷം ഒരിക്കൽ കൂടി പറയുന്ന ഈ ഷോയിൽ വന്നതിന്.